ഉള്ളവരും കോൺസ്റ്റിപ്പേഷൻ ഉള്ളവരും ഈ രീതിയിലൊന്ന് നനച്ചു വെച്ചിട്ട് കുതിർത്ത് വെള്ളത്തിലിട്ട് വെക്കൊന്നും വേണ്ട, സോക്കിയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് നനച്ചു വെക്കുക. എന്നിട്ട് പിറ്റേന്ന് രാവിലെ അത് ഈ പറഞ്ഞ പോലെ വെള്ളത്തിൽ കലക്കിയിട്ട് രാവിലെ കുടിക്കുകയോ അല്ലെങ്കിൽ ചവച്ചരച്ച് വീതം വെള്ളം കുടിക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. അങ്ങനെ കഴിച്ചാൽ നമുക്ക് ഇതിന്റെ പ്രവർത്തനം, ഇതിന്റെ ആ റിസൾട്ട് കുറച്ചും കൂടെ നന്നായിട്ട് ബെറ്റർ റിസൾട്ട് കിട്ടുന്നതിന് സഹായിക്കുന്നു മാത്രം. അപ്പൊ BP ഉള്ളവരും പ്രമേഹം ഉള്ളവരും ഈ മലബന്ധം ഉള്ളവര് കുടലിന്റെ മൂവ്മെന്റ്സുമായി ബന്ധപ്പെട്ട് ശോധന കുറവുള്ളവര് അവരൊക്കെ ഈ രീതിയിൽ കഴിച്ചാൽ കുറച്ചും കൂടി നല്ല റിസൾട്ട് കിട്ടുന്നതിന് സഹായിക്കും. ഇത് കഴിച്ചു കഴിഞ്ഞാൽ വെള്ളം ധാരാളം കുടിക്കണം, അത് ഒരിക്കലും മറക്കരുത്. ഓക്കെ, അതിനൊരു മടിയും വിചാരിക്കേണ്ട. ഇത് പ്രമേഹ രോഗികൾക്ക് എങ്ങനെയാ പ്രയോജനപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതില് ഗ്ലൈസിമിക് ഇൻഡെക്സ് വളരെ കുറവാണ്. ഗ്ലൈസിമിക് ഇൻഡെക്സ് വളരെ കുറവായിട്ടുള്ള സംഗതികൾ പ്രമേഹ രോഗികൾക്ക് കഴിക്കാം, വളരെ സേഫാണ്, നല്ലതാണ്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ പ്രമേഹ രോഗികൾക്ക് പ്രയോജനപ്പെടും. അപ്പോൾ ഇത്തരം ഗുണങ്ങളൊക്കെ ഇതിലുണ്ട്. ഇനി ഇത് കൂടാതെ ബോൺ ഡെൻസിറ്റി കുറവ്, അതുവഴി എല്ല് തേയ്മാനവും വാദസംബന്ധമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് ഇത് നല്ലതാണ്. ഹൃദയരോഗ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരാനായിട്ടുള്ള സാധ്യത കുറയ്ക്കും. BP കുറയ്ക്കാനായിട്ട് സഹായിക്കും. ദഹനേന്ദ്രിയ വ്യൂഹവുമായി ബന്ധപ്പെട്ട് ദഹന സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർക്കും ഇത് കഴിക്കാം, കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർക്കും കഴിക്കാം. ഇതിന്റെ ഗുണം നിങ്ങൾക്ക് അനുഭവിച്ചറിയാവുന്നതാണ്. ഓക്കെ,